ഇന്ന് ഒരു വല്ലാത്തൊരു ഡള്ള് ഡേ ആയിരുന്നു. രാവിലെ തന്നെ നല്ല മഴക്കാറാണ്. ഇന്ന് 2 ദിവസത്തേന് മഴ ആണ് ഫോർകാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ പോലെ മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാതിരിക്കാനാണ് മിക്കവാറും സാധ്യത. പ്രത്യേകിച്ച് ഇവിടെ വെതർ നമ്മൾ നോക്കുന്നത് ഐഫോണിലെ വെതറാണ് എനിക്ക്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സാംസങ്ങിലാണ്. പക്ഷേ എൻ്റെ ഐഫോണിലെ വെതർ എപ്പോഴും തെറ്റാവാനാണ് സാധ്യത. പക്ഷേ ഇനി നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു കാലാവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഇന്ന് ഗീ റൈസും ചിക്കൻ കറിയും കഴിക്കണം തോന്നി. അപ്പം നമ്മളിവിടെ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഉള്ളിയും പച്ചമുളകും, ഒരു ഉള്ളിയും 2 പച്ചമുളകും എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ആയിട്ട് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, സ്റ്റാർ അനീസ് ഇവ ഇട്ട് നല്ലപോലെ അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊന്ന് സോട്ടേ ചെയ്ത് വന്നൊരു 2-3 മിനിറ്റ്സ് സോട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. ഞാനിവിടെ 3 കപ്പ് റൈസ് എടുത്തതിന് 6 കപ്പ് വെള്ളം എടുത്ത് അത് ഒരു 10 മിനിറ്റ് തുറക്കാതെ അടച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനിയും സൈഡിൽ കൂടെ അതിന് നമുക്ക് സീസണിങ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ഞാനിവിടെ കാഷ്യൂ നട്ട് നെയ്ക്കകത്ത് വറുത്തിട്ടുണ്ട്. റേസിൻസ് ഇഷ്ടമുള്ളവർക്ക് അതും ആകാം. ഇനി അത് അടച്ച് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് കിടക്കാം. ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിടുക. ഓൾ സ്പൈസസ്, നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസ് എന്ത് വേണമെങ്കിലും. ഞാനിവിടെ പെരിഞ്ജീരകം, പിന്നെ കാർഡമം, ക്ലവ്സ്, സിന്നമൺ സ്റ്റിക്ക്, സ്റ്റാർ അനീസ് ഇവയെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞത് ഒരു 2-3 ടേബിൾ സ്പൂണ്, 2 പച്ചമുളക്, കരിവേപ്പില ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ സോട്ടേ ചെയ്യുക. ഇവയെല്ലാം ഒന്ന് സോട്ടേ ചെയ്ത് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, ഗരം മസാല പൗഡർ 2 ടേബിൾ സ്പൂൺ ഇവയെല്ലാം കൂടെ നല്ലതുപോലെ സോട്ടേ ചെയ്യുക. ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ജസ്റ്റ് മുളകും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞ് വെള്ളം ഒട്ടും ചേർക്കരുത്. ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കുക. ഒരു 10-15 മിനിറ്റ്സ് വേവിച്ചപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ റെഡിയായി. അതിലേക്ക് മല്ലിയില ഇട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പം ഉച്ച സമയമായി. എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം ഈ സൺറൂമാണ്. ഇവിടെ ഇരുന്നാണ് ഞാൻ പലപ്പോഴും കഴിക്കാറുള്ളത്. അപ്പം ഏതായാലും ഫോർകാസ്റ്റ് പറഞ്ഞതുപോലെ നല്ല മഴയാണ്. ഇവിടെ എല്ലാം ഫ്ലഡിങ് ഒക്കെ ഉണ്ട്. നമ്മളുടെ ഏരിയയിലൊന്നും അങ്ങനെയില്ല. പക്ഷേ മഴ പെയ്യുമ്പം എനിക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടം. നമ്മളുടെ നാട്ടിലെ മൺസൂൺ സീസണൊക്കെ ഓർമ്മ വരും. ഇവിടെ മൺസൂൺ ഇല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ നിന്ന് മഴ പെയ്യുമ്പം അതൊരു സന്തോഷമാണ്. എൻ്റെ ചെടികളൊക്കെ കണ്ട് മുല്ലയിൽ അപ്പടി പൂക്കളുണ്ട്. പിന്നെ എൻ്റെ കരിവേപ്പില. അപ്പം ഇന്നത്തെ ഒരു ദിവസം വളരെ മനോഹരമായി പോയി. ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും സീ യു ലേറ്റർ. ബൈ.